കോട്ടയത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനഃസംഘടനയ്ക്കെതിരെ പരാതി പ്രവാഹം. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയാണ് പാർട്ടി നേതൃത്വത്തെ പരാതി അറിയിച്ചിരിക്കുന്നത്. കൂടിയാലോചനകളില്ലാതെ ചിലർ തീരുമാനമെടുത്തെന്നാണ് പരാതി. ഉമ്മൻചാണ്ടിയുടെ കാലശേഷം ജില്ലയിലെ എ ഗ്രൂപ്പുകൾ പല വഴിക്കായി. ഇതിനു പിന്നാലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചെങ്കിലും തർക്കങ്ങൾ തുടരുകയാണ്. നേതാക്കൾ ചേരിതിരിഞ്ഞ് ഗ്രൂപ്പുണ്ടാക്കിയതാണ് തർക്കത്തിന് കാരണം. പുനഃസംഘടനയിൽ നേതൃത്വത്തിലുള്ളവർ ഏകപക്ഷീയമായി നിലപാടെടുത്തുവെന്നാണ് പ്രധാന പരാതി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തപ്പോൾ പ്രദേശത്തെ ജില്ലാ നേതാക്കളോട് ആലോചിച്ചില്ല. ഇതിനെതിരെയാണ് ചില DCC ഭാരവാഹികൾ KPCC പ്രസിഡന്റിന് പരാതി നൽകിയത്. ജില്ലയിൽ നിന്നുമുള്ള KPCC ഭാരവാഹികളും സംസ്ഥാന നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. KPCC സംഘടനാ ജനറൽ സെക്രട്ടറി M. ലിജുവിനെ നേരിൽ കണ്ടും മുതിർന്ന നേതാക്കൾ എതിർപ്പ് രേഖപ്പെടുത്തി. അച്ചടക്ക സമിതി അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ജില്ലയിലാണ് അഭിപ്രായ ഭിന്നത പാർട്ടിക്കുള്ളിൽ പുകയുന്നത്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ ജില്ലയിൽ തിരുവഞ്ചൂർ വിഭാഗം മേധാവിത്വം സ്ഥാപിച്ചിരുന്നു. അന്നു പരാജയപ്പെട്ടവരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാക്കി. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പതിറ്റാണ്ടുകളോളം മണ്ഡലം പ്രസിഡന്റുമാരായിരുന്നവരെ പരിഗണിക്കാതെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിച്ചതെന്നാണ് പ്രധാന പരാതി. പുനഃസംഘടനയുടെ പേരിലുള്ള അഭിപ്രായ ഭിന്നത വരും ദിവസങ്ങളിൽ മറനീക്കി പുറത്തുവരാനാണ് സാധ്യത. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.